ഹലോ, 3G വെർട്ടിക്കൽ പൊസിഷനിൽ 12 mm തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിലെ സിംഗിൾ വി ബട്ട് ജോയിന്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും: ഡ്രോയിങ് അനുസരിച്ച് ജോബ് തയ്യാറാക്കുക, ഗ്യാസ് കട്ടിംഗ് വഴി പ്ലേറ്റ്സ് ബെവൽ ചെയ്യുക, റൂട്ട് ഗ്യാപ്പും ടാക്ക് വെൽഡും ഉപയോഗിച്ച് ജോബ് സജ്ജമാക്കുക, വെർട്ടിക്കൽ പൊസിഷനിൽ റൂട്ട്, സെക്കൻഡും തേർഡ് റൺസും ഡെപ്പോസിറ്റ് ചെയ്യുക, സർഫേസ് ഡിഫക്ട്സ് വൃത്തിയാക്കുകയും പരിശോധിക്കുകയും ചെയ്യുക, സിംഗിൾ വി ജോയിന്റിന്റെ ബട്ട് വെൽഡിങ്ങിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും 150x50x12 mm വരെയുള്ള മൈൽഡ് സ്റ്റീൽ ആണ്. E6010 അല്ലെങ്കിൽ E6011 പോലുള്ള അനുയോജ്യമായ വെൽഡിംഗ് ഇലക്ട്രോഡുള്ള ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് SMAW, മെറ്റൽ ഫയൽസ്, ക്ലാംപ്സ്, വെൽഡിംഗ് ടേബിൾ, വയർ ബ്രഷ് ആൻഡ് ചിപ്പിംഗ് ഹാമർ. ഇപ്പോൾ നമ്മൾ സിംഗിൾ വി ബട്ട് ജോയിന്റിനുള്ള വെൽഡിംഗ് നടപടിക്രമം കാണും. ബിവലിംഗ് വഴിയുള്ള എഡ്ജസിനായി മെറ്റൽ പീസസ് തയ്യാറാക്കുക. രണ്ട് പ്ലേറ്റ്സിന്റെയും ബെവൽ ആംഗിൾ 30 മുതൽ 35 ഡിഗ്രി വരെ ആയിരിക്കണം. എഡ്ജസ് ബെവലിംഗ് ചെയ്യുമ്പോൾ റൂട്ട് ഫേസ് 1.5 mm റൂട്ട് ഗ്യാപ്പ് 2 mm മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെൽഡിംഗ് പ്രോസസ് ആരംഭിക്കുന്നതിന് മുമ്പ് ശരിയായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുന്നത് ഉറപ്പാക്കുക. ഇപ്പോൾ ജോയിന്റിന്റെ റൂട്ട് സൈഡിൽ പ്ലേറ്റ്സ് ഒരു 77 ഡിഗ്രിയിലേക്ക് പ്രീസെറ്റ് ചെയ്യുകയും കൃത്യമായ അലൈൻമെന്റിൽ രണ്ട് എൻഡ്സും ടാക്ക് വെൽഡ് ചെയ്യുക. .15 mm ഡയമീറ്ററുള്ള മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡും 110 ആംപിയർ കറണ്ടും ഉപയോഗിക്കുക. പ്ലേറ്റിന്റെ അടിയിൽ നിന്ന് ആരംഭിക്കുന്ന റൂട്ട് റൺ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഒരു യൂണിഫോം റൂട്ട് പെനിട്രേഷൻ മെയിൻറ്റെയിനും ചെയ്യുക. ഇലക്ട്രോഡും വെൽഡ്മെന്റ് ആക്സസും തമ്മിലുള്ള കോൺ 80 ഡിഗ്രി ആയിരിക്കണം. കൂടാതെ പ്ലേറ്റ്സും ഇലക്ട്രോഡും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കണം. റൂട്ട് റൺ പൂർത്തിയാക്കിയ ശേഷം ചിപ്പിംഗ് ഹാമറും വയർ ബ്രഷും ഉപയോഗിച്ച് വെൽഡ്മെന്റ് വൃത്തിയാക്കുക. ഇപ്പോൾ 4 mm ഡയമീറ്ററുള്ള ഇലക്ട്രോഡും 150 ആംപിയർ കറണ്ടും ഉപയോഗിച്ച് ഇന്റർമീഡിയറ്റ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇന്റർമീഡിയറ്റ് റണ്ണിനായി ഇലക്ട്രോഡിന്റെ വീവിംഗ് മോഷൻ ഉപയോഗിക്കുക. ഇന്റർമീഡിയറ്റ് റൺ പൂർത്തിയാക്കിയ ശേഷം സ്ലാഗിൽ നിന്നും വെൽഡ്മെന്റ് നന്നായി വൃത്തിയാക്കുക. ഫൈനൽ റൺ നിക്ഷേപിക്കുന്നതിന് 4 mm ഡയമീറ്ററുള്ള ഇലക്ട്രോഡും 150 ആംപിയർ കറണ്ടും ഉപയോഗിക്കുക. ഫൈനൽ റണ്ണിനായി ഇലക്ട്രോഡിന്റെ ശരിയായ വീവിംഗ് മോഷൻ ആവശ്യമാണ്. ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് സ്ലാഗ്സ് നീക്കം ചെയ്യുക. വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ബീഡ് നന്നായി വൃത്തിയാക്കുക. അവസാനമായി റൂട്ട് പെനിട്രേഷൻ, അണ്ടർകട്ട്, ബ്ലോ ഹോൾസ്, എക്സസ് റീഇൻഫോഴ്സ്മെന്റ് എന്നിവ പരിശോധിക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. എഡ്ജസിനായി മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ് ബെവലിംഗ് ചെയ്ത് തയ്യാറാക്കുക. രണ്ട് പ്ലേറ്റ്സിന്റെയും ബെവൽ ആംഗിൾ 30 മുതൽ 35 ഡിഗ്രി വരെ ആയിരിക്കണം. പ്ലേറ്റ്സിന്റെ അടിയിൽ നിന്ന് ആരംഭിക്കുന്ന റൂട്ട് റൺ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. 4 mm ഡയമീറ്ററുള്ള ഇലക്ട്രോഡും 150 ആംപിയർ കറണ്ടും ഉപയോഗിച്ച് ഇന്റർമീഡിയറ്റ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഫൈനൽ റണ്ണിന് ശേഷം റൂട്ട് പെനിട്രേഷൻ, അണ്ടർകട്ട്,
ബ്ലോ ഹോൾസ് എക്സസ് റീഇൻഫോഴ്സ്മെന്റ് എന്നിവ ദൃശ്യപരമായി പരിശോധിക്കുക. ഇതോടെ നമ്മൾ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിക്കുന്നു. 3G വെർട്ടിക്കൽ പൊസിഷനിൽ 12 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിലെ സിംഗിൾ വി ബഡ് ജോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെഷനിൽ കാണാം.